ഈ അബു ഖാസിം എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ചതിയുടെ കഥയാണ് ഈ ബനു നവീർ ഗോത്രത്തെ നാട് കടത്തിയ കഥ. ഉം. അപ്പൊ അങ്ങനെ ഏഹ്, അവരുമായിട്ടൊരു സന്ധി ഉണ്ടാക്കി. ആഹ്, ആ സന്ധി ലംഘിച്ചത് മുഹമ്മദിന്റെ 2 അനുയായികള്. സന്ധി ലംഘിച്ച് വേറെ ഗോത്രത്തിലെ ആളുകളെ കൊന്നു കഴിഞ്ഞ് അവര് അതിന്റെ വില ചോദിച്ചു. രക്തമണി. നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടല്ലോ, ഒരു ഡ്രൈവർ ഒരു കൊച്ചിനെ, മുതലാളിയുടെ കൊച്ചിനെ അബദ്ധത്തിൽ കൊന്നു. അതുകൊണ്ട് അയാൾക്ക് 34 കോടിയോ മറ്റു രക്തമണി ആ കൊച്ചിന്റെ ആൾക്കാർ ചോദിച്ചിട്ട് അത് കൊടുക്കാനായിട്ട് ഇവിടുന്ന് കുറെ പേരെല്ലാരും കൂടി ബക്കറ്റ് പിരിവെല്ലാം നടത്തിക്കൊണ്ട് കൊടുത്തില്ലേ. അതുപോലെ ഇവര് പണം ചോദിച്ചപ്പം ഉടനെ അബൂ ഖാസിമും അബൂബക്കറും ഉമറും എല്ലാം കൂടി ഒരു കൂട്ടം ആളെയും കൂട്ടിയിട്ട് ഈ ബനു നദീർ ഗോത്രം, അതായത് അവർക്ക് ഒരു പങ്കും ഇല്ല ഈ കൊല നടത്തിയതിൽ, പക്ഷെ അവരോട് പറയാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും സന്ധി ഉള്ളതല്ലേ, അപ്പൊ നിങ്ങൾ ആ കാശ് തരാൻ. അപ്പൊ ഇതാണ് ഇവരുടെ രീതി. അബൂ ഖാസിമിന്റെ കൂടെ നടക്കുന്നവര് വേറൊരു ഗോത്രത്തിലെ ആളുകളെ പോയി കൊന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന് ആര് പരിഹരിക്കാൻ കാശ് കൊടുക്കാൻ വന്നിട്ട് പറയാ, ഞങ്ങൾക്കും നിങ്ങൾക്കും സന്ധിയല്ലേ, ലാഭവും നഷ്ടവും വിഹിതവും ഒക്കെ നോക്കേണ്ടതല്ലേ, അപ്പൊ ഞങ്ങളുടെ ആൾ അവരെ കൊന്നു, അവര് കാശ് ചോദിക്കുന്നു, നിങ്ങൾ ആ കാശ് ഇങ്ങിതാ ഞങ്ങൾ കൊണ്ട് കൊടുക്കാൻ. ഇതൊക്കെയാണ് ഇവരുടെ രീതികളെന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ലോകമെമ്പാടും കാണുന്നതും. ഇപ്പോ നമ്മള് ഇതേ രീതികളൊക്കെയാണ് പലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു പഠന ക്ലാസ്സും കൂടിയാണ്, എങ്ങനെയാണ് ഇവരുടെ രീതി, ഇവരുടെ നീതിശാസ്ത്രം അല്ലെങ്കിൽ അനീതിശാസ്ത്രം. അപ്പോ ബനു നദീർ ഗോത്രത്തിലെ യഹൂദന്മാർക്ക് മനസ്സിലായി ഇതെന്തോ ഇയാള് വേറെന്തോ പ്ലാൻ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലായിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് തരാൻ പറ്റുമോ കാശ്? ഞങ്ങളുടെ ആളുകൾ ആരും പോയിട്ട് കൊന്നതല്ലല്ലോ, നിങ്ങളുടെ ആളുകൾ കൊന്നതല്ലേ. അന്നേരം ഇവര് തർക്കിച്ചപ്പം അവര് പറഞ്ഞു, എന്നാ ശരി, ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരോടൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങളുടെ ഗോത്രത്തിലുള്ള ആളുകളോട് ആലോചിക്കാതെ കാശ് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അവര് തമ്മിൽ ആലോചിക്കാൻ പോയി. ആലോചിക്കാൻ പോയ സമയത്ത് ഈ അബൂ ഖാസിമുണ്ട്, അബൂബക്കറുണ്ട്, ഇവരുടെ മൂത്ത ആളുകളാണല്ലോ ഉമർ. ഇവര് 3 പേരും അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു. കുറച്ച് സമയം എടുത്തു. ആൾക്കാരെയൊക്കെ കൂട്ടി അവർക്കും പറഞ്ഞ് അവരോട് പറയണ്ടേ എന്താണ് പ്രശ്നം. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കുഴപ്പക്കാരനാണല്ലേ, അബൂ ഖാസിം കുഴപ്പമുണ്ടാക്കുന്നവനാണെന്നും പലരെയും അതിനകം കള്ളന്മാര്, അതായത് രാത്രിയിൽ പോയിട്ട് വധിച്ചു കളയുക, തന്നെ പറ്റിയുള്ള സത്യം വിളിച്ചു പറയുന്നത് ഒരു കള്ളനാണ്, പ്രവാചകനൊന്നും അല്ല എന്നൊക്കെ മനസ്സിലാക്കി പറഞ്ഞവരെയൊക്കെ കൊല്ലുന്ന പരിപാടിയൊക്കെ ഉള്ളത് ഇവർക്കറിയാം. അതിനിടയ്ക്ക് മുഹമ്മദ് അവിടുന്ന് അബൂബക്കറോടും ഉമറിനോടും പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാന്നും പറഞ്ഞു ഇറങ്ങി അങ്ങ് പോയിട്ട് പുള്ളിക്കാരൻ തിരിച്ചു പോയില്ല. തിരിച്ചു വരാതെ കുറെ സമയം കഴിഞ്ഞപ്പോ ബനു നദീർക്കാര് കാശൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. കാശ് കൊണ്ടുവന്നിട്ട് ഉമറിന്റെയും അബൂബക്കറിന്റെ കയ്യിൽ ഒരു ചെറിയ തുണിക്കെട്ടിൽ കൊടുത്തു. ശരി, ഇതാ നിങ്ങൾ കാശ് കൊണ്ട് പോയിക്കോ, ഞങ്ങൾക്ക് പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്താ കാശ് മേടിക്കത്തില്ല. അവര് പറഞ്ഞു, അബൂ ഖാസിം വരാതെ ഞങ്ങൾ കാശ് മേടിക്കത്തില്ല, നിങ്ങൾ അബൂ ഖാസിമിന്റെ കയ്യിൽ തന്നെ ഈ കാശ് കൊടുക്കണം എന്ന് പറഞ്ഞു. കാരണം പുള്ളി പറഞ്ഞു, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ പോയത്, അതുകൊണ്ട് ഞങ്ങൾ കാശ് മേടിക്കലെന്നും പറഞ്ഞ് അവരും പുറത്തു പോയി. കാരണം അവർക്ക് മനസ്സിലായി ഇയാള് പുറത്തു പോയത് ഇവരെന്തോ ഒപ്പിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. ഇവരുടെ മനസ്സിലൊരു ഒപ്പിക്കൽ പരിപാടിയും കൊണ്ട് വന്നതാണ്. ഇവരും പുറത്തു പോയി. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതാ ഒരു വലിയ കൂട്ടം ജനം, അവരെല്ലാം വന്ന് ഇവരുടെ ഗേറ്റില്, ഇവരുടെ കോട്ടയ്ക്കൊരു ഗേറ്റ് ഉണ്ടല്ലോ, അവിടെ മുഴുവൻ തിക്കി കൂടി നിന്നിട്ട് ആദ്യം അബൂ ഖാസിം ഈ ഇവന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഇവരുടെ ഈന്തപ്പനകളും കുലച്ചു നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളും വെട്ടിക്കളയാൻ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ബനു നദീർ അവര് ചോദിച്ചു, ഇതെന്തുവാ ചെയ്യുന്നത്, ഞങ്ങൾ കാശ് തരാന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾ എന്തോ ആയി കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഇയാള് പറയാണ്, നിങ്ങൾ തെമ്മാടികളാണ്, നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിച്ചു അല്ലേ. അപ്പൊ അവര് പറഞ്ഞു, ആര് പറഞ്ഞു ഞങ്ങൾ കൊല്ലാൻ ആലോചിച്ചു എന്ന്?
ആ ഞാൻ നിങ്ങളുടെ മറുപടിയും കാത്ത് അവിടെ ഇരുന്നപ്പം ജിബ്രീൽ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുകയാണ്, എന്റെ തലയ്ക്ക് മേലെ നിങ്ങൾ കല്ലെടുത്തിടാനായിട്ട് ആലോചിക്കുകയാണെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്നെ കൊല്ലാൻ, എന്നെ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചു. അതുകൊണ്ട് നിങ്ങളെ ഇനി ഞങ്ങൾ വിടത്തില്ലെന്നും പറഞ്ഞ് ഇവര് ആ കോട്ട ഉപരോധിച്ച് 2-3 ആഴ്ചയോളം ആ കോട്ട ഉപരോധിച്ചിട്ട് അവർക്ക് അകത്തേക്ക് വരാനോ പുറത്തു പോകാനോ ഒന്നിനും വയ്യാതെ, അവരുടെ ആഹാരം അവരുടെ എല്ലാം മുടങ്ങി, അവര് നിവൃത്തിയില്ലാതെ അവസാനം ഒരു വിധത്തില് അവര് ഒരു സന്ധിയെല്ലാം ആയിട്ട് ഞങ്ങള് ഇവിടെ നിന്ന് നാട് വിട്ട് ഞങ്ങൾ പൊയ്ക്കൊള്ളാം, ഞങ്ങളെ വിട്ടാ മതി, ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് കിട്ടിയാ മതി എന്നും പറഞ്ഞിട്ട് അവരെ ഓടിച്ചു. അവരോട് പറഞ്ഞു, ഒരു കുടുംബത്തിന് ഒരു മൃഗം, ഒരൊട്ടകമോ ഒരു കഴുതയോ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഏറ്റാൻ പറ്റുന്ന തുണിയോ മണിയോ ഗോതമ്പോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോ, ബാക്കി ഒരൊറ്റ സാധനം കൊണ്ടുപോകരുത്, ബാക്കി എല്ലാം ഇട്ടേച്ച് പോണെന്നും പറഞ്ഞ് അത് മുഴുവൻ ഇവരങ്ങ് കൊള്ളയടിച്ചു. ഇതാണ് ബനു നദീർ. ഇത് ആദ്യമായിട്ടൊരു ഗോത്രത്തെ ഓടിച്ച ഒരു കഥയാണ് നിങ്ങളിപ്പോ കേട്ടത്. അങ്ങനെ 2-3 ആഴ്ചകൾ കൊണ്ട് ഇവർക്ക് മനസ്സിലായി, ഇയാള് വൃക്ഷങ്ങൾ വെട്ടിയിട്ടത് മാത്രമല്ല അവർക്കുള്ള പാതകളുമെല്ലാം അടച്ച് അവരങ്ങനെ ഇങ്ങനെയാണ് ഇതിങ്ങനെയൊക്കെയാണ് ഈ കൊള്ളക്കാരൻ ജീവിച്ചത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഈ അൽ ഹഷർ എന്ന് പറയുന്ന നാടുകടത്തൽ എന്ന് പറയുന്ന 59-ാമത്തെ സൂറ ഇങ്ങിറങ്ങി. ഇതില് 24 ആയത്തുള്ള ഇതില് ഈ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുക ഇത് മക്കയിൽ അവതരിച്ചതാണെന്ന്. ആള് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി മദീന ചെന്ന് 1 വർഷം എങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ് സംഭവം. അതെങ്ങനെയാ പിന്നെ മക്കയിൽ അവതരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഇവരുടെ ലോജിക്ക് അങ്ങനെയാണല്ലോ, എല്ലാം തലതിരിച്ചാണല്ലോ. ഞാനിത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഒരു കൊള്ളയ്ക്ക് എങ്ങനെയാണ് കൂട്ടുനിൽക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മളുടെ അടുത്ത് നമ്മൾ വിചാരിക്കും, എങ്ങനെയാണ് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിനോട് അതിക്രൂരമെന്നൊന്നും പറഞ്ഞാ പോരാ, പൈശാചികമായെന്നും പറഞ്ഞാ പോരാ, അതിനേക്കാളും വേഴ്സ്റ്റ് ആയ രീതിയില് ഇസ്രായേലി വനിതകളോടും പുരുഷന്മാരോടും കുഞ്ഞുങ്ങളോടും ഇവർക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു? അതിന്റെയൊക്കെ വേര് നമുക്ക് ഈ അള്ളാഹുവിലും ഈ പരമകാരുണികനായ ഇതിലും കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങളും പുസ്തകം തുറന്ന് 59-ാമത്തെ അധ്യായം അൽ ഹഷർ നാടുകടത്തൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾക്കിപ്പോ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായല്ലോ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹുവിനെ പ്രകീർത്തനം ചെയ്തിരിക്കുന്നു, അവൻ പ്രതാപിയും യുക്തിമാനും ആകുന്നു. പിന്നെ ഇനിയാണ് സ്റ്റോറി തുടങ്ങുന്നത്. വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളെ അവരെ വിളിക്കുന്നതാണ് കേട്ടോ. ഒരു ഉപദ്രവം ആ യഹൂദന്മാരുടെ ഗോത്രത്തെ വിളിക്കുക. വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളെ ഒന്നാമത്തെ തുരത്തിയോടിക്കലിൽ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറക്കിയത് തന്നെ അവനാകുന്നു. ആലോചിച്ച് നോക്കണം. അള്ളാഹുവാണ് ഈ വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളെ എന്ന് വിളിച്ചുകൊണ്ട് ബനു നദീർ ഗോത്രത്തിനെ പുറത്തിറക്കിയത് അള്ളാഹുവാണെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അള്ളാഹു ആരാണെന്ന്? അവർ പുറത്തിറങ്ങുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. തങ്ങളുടെ കോട്ടകൾ അള്ളാഹുവിൽ നിന്ന് തങ്ങളെ പ്രതിരോധിക്കുമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ അവർ കണക്കാക്കാത്ത വിധത്തിൽ അള്ളാഹു അവരുടെ അടുക്കൽ ചെല്ലുകയും അവരുടെ മനസ്സുകളിൽ ഭയം നൽകുകയും ചെയ്തു. ആരാണ് അവരുടെ അടുത്ത് ചെന്നത്? ആരാണ് അവരോട് പോയി കാശ് ചോദിച്ചത്? അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോന്നിട്ട് ആളുകളെയും കൂട്ടിച്ചെന്ന് അവർക്ക് ആരാണ് ഭയം നൽകിയത് അവരുടെ മനസ്സില്? എന്നിട്ട് പറയാ അതൊക്കെ ചെയ്തത് അള്ളാഹുവാണെന്ന്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ അള്ളാഹു ആരാണെന്ന്? സഹോദരന്മാരെ, എനി റെസ്പോൺസ്? മനസ്സിലായി. പിന്നെ പറയുന്നത് കേൾക്കൂ. അള്ളാഹു അവരുടെ മേൽ
നാട് കടത്തൽ വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇഹലോകത്ത് വെച്ച് അവൻ അവരെ ശിക്ഷിക്കുമായിരുന്നു. പരലോകത്ത് അവർക്ക് നരകശിക്ഷയുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അള്ളാഹുവിന്റെ ഒരു നീതിബോധം. ഇത് ശിഷ്ടമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ശിഷ്ടാവായ ദൈവമാണെന്നൊക്കെ ഒരാൾ ദിവസവും ഇവിടെ വന്നിരുന്ന് പറയാറുണ്ട്. അവനവന്റെ കാര്യം നോക്കി കൃഷിപ്പണിയും മൃഗങ്ങളെ വളർത്തലുമൊക്കെയായി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ഗോത്രത്തെ പോയി ഇങ്ങനെ വഞ്ചിച്ച് ചതിച്ച് അവരെ തുരത്തി ഓടിച്ചത് അള്ളാഹുവാണ്. അതും പോരാ, ഈ നാട് കടത്തിയില്ലായിരുന്നെങ്കിൽ ഇഹലോകത്ത് വലിയ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അവരെല്ലാം കൊന്നു മുടിക്കുമായിരുന്നു എന്നായിരിക്കും അർത്ഥം. കൊന്നില്ലല്ലോ. പരലോകത്ത് അവർക്ക് നരകശിക്ഷയാണെന്ന്. നല്ല ബെസ്റ്റ് ദൈവം. അത് അവർ അല്ലാഹുവോടും അവന്റെ റസൂലിനോടും മത്സരിച്ചതിന്റെ ഫലമാണ്. അവരെവിടെയാ മത്സരിച്ചത്? ഇയാളെ പേടിച്ചു തന്നെയായിരിക്കും. ഞങ്ങൾക്ക് വഴക്കും വേണ്ട, പിണക്കവും വേണ്ട, സഹകരിച്ചു പോകാന്നൊക്കെ പറഞ്ഞു നിന്ന ഗോത്രമാണ്. അവരോടാണ് അവരെ പറ്റി പറയുന്നത് അള്ളാഹുവിനോടും റസൂലിനോടും മത്സരിച്ചു നിന്നതിന്റെ ഫലമാണ്. ആരെങ്കിലും അള്ളാഹുവുമായി മത്സരിക്കുന്ന പക്ഷം അള്ളാഹു കഠിനമായി ശിക്ഷിക്കും. അത് ശരി തന്നെയാ. ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ഗോത്രത്തിലേക്ക് ഇവര് കടന്നു ചെന്നത് വെറുതെ അങ്ങ് പോയിട്ട് പൈസ ചോദിക്കാൻ പോയതൊന്നുമല്ല. വെറുതെ പോയിട്ട് പൈസ ചോദിച്ച പ്രശ്നം ഉണ്ടാക്കുക. അപ്പൊ അവര് പറയും, ഈ എന്താ പറയാ, 1-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, ദുഷ്ടന്മാരുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇടത്തിൽ ഇരിക്കാതെയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ഇവര് ഈ ദുഷ്ടത ആദ്യം മനസ്സിലുണ്ടാക്കി അത് പടിപടിയായിട്ട് ഇങ്ങനെ അവർക്കറിയാം എന്ത് സംഭവിക്കുമെന്ന്, എങ്ങനെ ഈ ഗോത്രത്തെ മുഴുവൻ ഇവിടുന്ന് ഓടിക്കാം. ആ പരിപാടി മനസ്സിൽ ഇട്ടുകൊണ്ടാണ് ഇവരവിടെ ചെന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലും വെറുതെ വഴിയെ പോകുന്നവരുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ഗുണ്ടകളെ കാണാറില്ലേ? എന്തിനാണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അത് വരണം. അതിന് ഇങ്ങോട്ട് വന്ന് നമ്മളൊന്നും ചെയ്തിട്ടാവില്ല, പ്രശ്നം ഉണ്ടാക്കുന്ന പരിപാടി നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നും കൂടി നമ്മൾ അറിയണം. അപ്പൊ അവര് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും മത്സരിച്ചു. രണ്ടുപേർക്കും ഒരേ സ്റ്റേറ്റസ് ആണ് കേട്ടോ. അള്ളാഹുവോട് മാത്രമല്ല മത്സരിച്ചത്, ഈക്വലായി നിൽക്കുന്ന റസൂലിനോടും മത്സരിച്ചു. 5-ാമത്തെ വാക്യം, നിങ്ങൾ വല്ല ഈത്തപ്പനയും മുറിക്കുകയോ അല്ലെങ്കിൽ അവയെ അവയുടെ മുരടുകളിൽ നിൽക്കാൻ വിടുകയോ ചെയ്യുന്ന പക്ഷം അത് അള്ളാഹുവിന്റെ അനുമതിയോടെയാണ്, അധർമ്മകാരികളെ അപമാനപ്പെടുത്താൻ വേണ്ടിയുമാണ്. ഈ ഒരു കാര്യം എഴുതാൻ കാരണം, ആ നാട്ടില് ഒരു നിയമമുണ്ടായിരുന്നു, ശത്രുക്കളുടെ ആണെങ്കിൽ പോലും മരങ്ങൾ മുറിച്ചു കളയരുത്. കാരണം ആ നാട്ടിൽ മഴ വളരെ കുറവായ നാടാണ്. ആകെക്കൂടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉള്ള ഭക്ഷണം കിട്ടുന്നത് ഈ വളരെ ചുരുങ്ങിയ വൃക്ഷങ്ങളിൽ നിന്നാണ്. അപ്പൊ വൃക്ഷങ്ങൾ മുറിക്കുന്നത് മഹാപാതകം പോലെയാണ് അവര് കണ്ടിരുന്നത്. അപ്പൊ ഇവര് ഈ കള്ളക്കൂട്ടത്തെ കൊണ്ട് വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളയാനായിട്ട് ഇയാൾ ആദ്യമേ ഓർഡർ ചെയ്തു കഴിഞ്ഞപ്പം ഈ അവിടെയുള്ള മനുഷ്യർക്ക് തന്നെ ഒരു കുത്തലുണ്ടായി. ഒന്നാമതേ നമ്മൾ അവരെ പോയിട്ട് ആക്രമിക്കാൻ പോവുക, പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവരുടെ മരങ്ങൾ മുറിച്ചു കളഞ്ഞതിൽ അവർക്ക് പൊതുവെ ഒരു വിഷമം തോന്നി. അതിനായിട്ട് ഇയാൾ ഇറക്കുകയാണ്, ഈത്തപ്പഴം മുറിച്ചത് അള്ളാഹു കൽപ്പിച്ചിട്ടാണ്. പിന്നെ ചോദ്യം ഇല്ലല്ലോ. പിന്നെ അടുത്ത വാക്ക്, ആ വേദക്കാരിൽ നിന്ന് അള്ളാഹു അവന്റെ റസൂലിന് കൈവരുത്തി കൊടുത്തതെന്തോ, അതിനായി നിങ്ങൾ കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഓടിക്കുകയുണ്ടായില്ല. പക്ഷെ അള്ളാഹു അവന്റെ ദൂതന്മാരെ അവൻ ഉദ്ദേശിക്കുന്നവരുടെ നേർക്ക് അധികാരപ്പെടുത്തി അയക്കുന്നു. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം ഈ ഭാഗമൊക്കെ. അപ്പോ ആ വേദക്കാരിൽ നിന്ന് അള്ളാഹു അവന്റെ റസൂലിന് കൈവരുത്തി കൊടുത്തതെന്തോ, അതായത് നിങ്ങൾക്ക് ഈ ഗോത്രത്തെ ഓടിച്ചു കളഞ്ഞതിന് ശേഷം അവരുടെ വീടുകളും
അവരുടെ സാധന സാമഗ്രികളും അതിലുള്ള സ്വർണം, വെള്ളി, പാത്രങ്ങള്, ഫർണിച്ചർ ഇതൊക്കെ ഉണ്ടല്ലോ. അതൊന്നും നിങ്ങള് കുതിര ഓടിച്ചിട്ടോ ഒട്ടകത്തെ ഓടിച്ചോ നിങ്ങൾ പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ടോ ഒന്നും കിട്ടിയതല്ല മക്കളെ. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ മോഹിക്കരുത്. ഇതൊന്നും നിങ്ങൾക്ക് അർഹപ്പെട്ടതല്ല. അതായത് ഈ കള്ളക്കൂട്ടത്തോട് പറയുകയാണ്, നിങ്ങൾ യുദ്ധം ചെയ്തോ? ഇല്ലല്ലോ, നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ ഈ കോട്ടയ്ക്ക് പുറത്ത് 3 ആഴ്ച നിന്നു. അവരെ പേടിപ്പിച്ച്, അവരെ ഇന്റിമിഡേറ്റ് ചെയ്ത്, അവരെ ഭയപ്പെടുത്തി, അവർ ജീവനും കൊണ്ട് ഓടി ഞങ്ങൾ പൊയ്ക്കോളാമേ എന്നും പറഞ്ഞു പോയതാ. അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് ഇതൊന്നും നിങ്ങളുടേതല്ല. രണ്ടാമത് പറയുന്നത് അള്ളാഹു അവന്റെ ദൂതന്മാരെ. അപ്പൊ ആരൊക്കെയാണ് ഈ ദൂതന്മാര്? അള്ളാഹു അവന്റെ ദൂതന്മാരെ അവൻ ഉദ്ദേശിക്കുന്നവരുടെ നേർക്ക് അധികാരപ്പെടുത്തി അയക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ പണി എന്താണ്? മുഹമ്മദിന് ഒരു ജീവിതമാർഗം, ജീവിക്കാനായിട്ട് കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിൽ അള്ളാഹു അത് കണ്ടെത്തും. അത് കൊള്ളയടിച്ചിട്ടോ മനുഷ്യന്മാരെ പലായനം ചെയ്യിച്ചിട്ടോ മോഷ്ടിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും അള്ളാഹുവാണ് അത് ഏർപ്പെടുത്തി കൊടുക്കുന്നത്. ആർക്കു വേണ്ടി? അബൂ ഖാസിമിന് വേണ്ടി. അള്ളാഹു അവന്റെ റസൂലിന് പല രാജ്യക്കാര്, അടുത്തതാണ് 7-മത്തേത്. അള്ളാഹു അവന്റെ റസൂലിന് പല രാജ്യക്കാരിൽ നിന്ന് കൈവരുത്തി കൊടുത്തതെന്തോ അത് അള്ളാഹുവിനും റസൂലിനും അവന്റെ അടുത്ത കുടുംബങ്ങൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കും ഉള്ളതാകുന്നു. ആ ധനം നിങ്ങളിൽ നിന്നുള്ള ധനികർക്കിടയിൽ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാകാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് മക്കളെ, നിങ്ങൾ വന്നിട്ട് ഒന്നും ചെയ്തില്ല. ഇത് ഈസി ആയിട്ട് അള്ളാഹു കൈമാറ്റം ചെയ്ത് കൊടുത്തതാണ്. മനസ്സിലായോ? അള്ളാഹു പല രാജ്യക്കാരിൽ നിന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പം നദീർ ഗോത്രത്തിൻ്റെത് അള്ളാഹു കൈമാറ്റം ചെയ്ത് റസൂലിന് കൊടുത്തതാണ്. അത് റസൂലിനും റസൂലിന്റെ കുടുംബങ്ങൾക്കും. റസൂലിന്റെ കുടുംബം എത്രയാ? കുറെ എണ്ണം ഉണ്ടല്ലോ. 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ ഉണ്ടല്ലോ. അതിനും പിന്നെ അനാഥകൾക്കും. ആരാണ് ഈ അനാഥ? ഈ അവരുടെ കുടുംബത്തിൽ അനാഥയുണ്ടോ? എല്ലാം ഭാര്യമാരല്ലേ. പിന്നെ അഗതികൾക്കും വഴിപോക്കർക്കും എന്തെങ്കിലും കൊടുത്തതായിട്ട് എനിക്ക് ഒരു പിടിയില്ല. ഞാൻ എങ്ങും വായിച്ചിട്ടില്ല ഇതുവരെ. അഗതികൾക്കും വഴിപോക്കർക്കും ഇയാൾ എന്ത് കൊടുത്തൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ കൊള്ളപ്പണം. അപ്പൊ അള്ളാഹുവിനെ കൊണ്ട് ആയത്തിറക്കിക്കുകയാണ്, ഇത് എന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ഇത് നേടിയെടുത്തതാണ്. നിങ്ങൾ യുദ്ധം ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ വാള് വീശുകയോ വെട്ടിക്കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ മെയ് അനങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒറ്റ കാശ് നിങ്ങൾ ചോദിച്ചു പോകരുത്. പറയാണ്, ആ 7 തന്നെ പറയാണ്, നിങ്ങൾക്ക് റസൂൽ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. എന്തെങ്കിലും പിച്ച ഇട്ട് കൊടുത്താ വായ മൂടി ഏറാൻ മൂളിയിട്ടങ്ങ് പൊയ്ക്കൊള്ളണം. ഏതിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. ഏതിൽ നിന്നാണ് വിലക്കിയത്? ബനു നദീർ ഗോത്രം പോയി കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ നിങ്ങളാരും കയറരുത്. അവരുടെ കോട്ടയ്ക്കുള്ളിൽ ഒരു സാധനം, ഒരു സേഫ്റ്റി പിൻ പോലും എടുക്കാൻ നിങ്ങൾ കയറരുത്. വിലക്കിയാൽ പിന്നെ അകത്ത് കയറരുത്, മോഷ്ടിക്കാൻ പോകരുത്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. അപ്പൊ ആരാണ് അള്ളാഹു എന്ന് മനസ്സിലായല്ലോ. തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അവിടെ പോയിട്ടൊരു മുട്ട എടുത്ത കൈ വെട്ടിക്കളയും. അതാണ് കാര്യം. കൈവെട്ടുന്ന ആളാരാണെന്ന് നിങ്ങൾക്കറിയാം. 8-ാം വാക്യം, അതായത് സ്വന്തം വീടുകളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ട മുഹാജിറുകളായ ദരിദ്രന്മാർക്ക് അത് അവർ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും നേടുകയും അള്ളാഹുവേയും അവന്റെ റസൂലിനെയും സഹായിക്കുകയും ചെയ്യുന്ന സത്യവാന്മാർ അവർ തന്നെ ആകുന്നു. എന്തൊരു സെന്റൻസ് ആയത്! അതായത് ഈ പാവങ്ങളും അനാഥകളും എന്നൊക്കെ പറഞ്ഞത് ആരാണത്രേ? അതായത് മുഹമ്മദിന്റെ കൂടെ കുറെ എണ്ണം മക്കയെന്ന് മദീനയിലേക്ക് ഓടി വന്നല്ല, ഇയാളുടെ മതം സ്വീകരിച്ചുകൊണ്ട്. അവർക്ക് ഇവിടെ വന്നപ്പോ ഇവിടെ കുറെ ആളുകളുണ്ടായിരുന്നു, അൻസാരികൾ.
ഈ അൻസാരികളോട് മുഹമ്മദ് പറഞ്ഞു, ഇതാ എന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്, നിങ്ങളുടെ വീടുകളിൽ അവന്മാരെ പാർപ്പിക്കണം, നിങ്ങൾക്ക് 2 ഭാര്യ ഉണ്ടെങ്കിൽ ഒരു ഭാര്യ ഇവന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അൻസാരികൾ ബുദ്ധികെട്ടവന്മാര് 2 ഭാര്യ ഉള്ളവന്മാർ ഒരു ഭാര്യയെ കൊടുത്തു. ഇനി ഒരു ഭാര്യ ഉള്ളവൻ അരഭാര്യയെ കൊടുത്തൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കുറെ എണ്ണത്തിനെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് അവന്റെ ഇവന്റെയും വീട്ടിലൊക്കെ തങ്ങി നിൽക്കുന്നവന്മാർക്കും ഒക്കെ കൊടുക്കാനായിട്ടുള്ളതാണെന്ന്. പക്ഷെ കൊടുത്തോ എന്നുള്ള കാര്യം നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അവരുടെ വരവിന് മുമ്പ് വാസസ്ഥലവും വിശ്വാസവും സ്വീകരിച്ചു വെച്ചവർക്ക്. പിന്നെ പറയാണ് ഈ മുഹാജിർ എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ കൂടെ ഹിജ്റയ്ക്ക് വന്ന ആൾക്കാർ. അവരുടെ വരവിന് മുമ്പ് മുഹമ്മദിനെ ഇവിടെ സ്വീകരിച്ച് മുഹമ്മദിന് ഇരിക്കാനും ഒക്കെ സ്ഥലം കൊടുത്ത ആളുകളാണ് അൻസാരി. അൻസാരി എന്ന് പറഞ്ഞാൽ ഹെൽപ്പർ എന്നാണ് അർത്ഥം. ഹെൽപ്പർ എന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് ഈ യഹൂദന്മാരുടെ തോട്ടങ്ങളിലും ഒക്കെ കൃഷിപ്പണിയും വീട്ടുജോലിയും തോട്ടജോലിയും മൃഗത്തിന് എന്താണ് ആട് മേയ്ക്കലും ഒക്കെ ചെയ്യുന്ന ആളുകളെ ഹെൽപ്പേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അതാണ് അൻസാരി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ അൻസാറുകളാണ് മുഹമ്മദിനെ എന്തോ വലിയ ആളായിട്ട് വിളിച്ചിരുത്തി ഈ മദീനയില് സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അവർക്ക് ഇത് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് പിന്നീട് നമുക്ക് കാണാം, ഇത് ഒരു സാധനം അവർക്ക് കൊടുത്തില്ല. മാത്രമല്ല മുഹമ്മദ് ഈ ബനു നദീർ ഗോത്രത്തിന്റെ അവരുടെ പിന്നീട് അവരുടെ ഈ വാർഷിക വരുമാനം, ഈ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞെങ്കിലും വീണ്ടും അതെല്ലാം കൃഷി ചെയ്യുകൊണ്ടായി മുഹമ്മദ് ആൾക്കാരെ വെച്ചിട്ട്. ആ വാർഷിക വരുമാനം മുഹമ്മദിന്റെ കുടുംബത്തിലെ ഒരു വർഷത്തിനുള്ള ചെലവിന് വേണ്ടി ഈ ബനു നദീർ ഗോത്രത്തിന്റെ ഈ അവരിട്ടിട്ട് പോയ ഇവിടുത്തെ വരുമാനമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു കൊള്ളക്കാരൻ തന്റെ ഭാരിച്ച കുടുംബ ചെലവിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ശരീരത്തിൽ ജോലി ചെയ്ത് ജീവിക്കാതെ ഒരു ഗോത്രത്തെ പോയി അവരെ പലായനം ചെയ്യിച്ച്, ഈ നദീർ ഗോത്രത്തിൽ നിന്നാണ് നമ്മുടെ പിന്നീട് സഫിയയുടെ അപ്പനും അവരും ഒക്കെ ആ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവിടുന്ന് അവരെ ഒഴിപ്പിച്ചു വിട്ടതാണ് അവര്. അപ്പൊ ഈ ഗോത്രത്തിന്റെ സ്വത്ത് മുഴുവനും മുഹമ്മദിന്റെ ജീവിതകാലം മുഴുവനും മുഹമ്മദിന്റെ വീട്ടിലേക്ക് മാത്രമാണ് പോയിരുന്നതെന്ന് വേറെ ചരിത്ര പുസ്തകങ്ങളിൽ വേറെ ചരിത്ര ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഇത് 437 നമ്പർ പേജാണ്. സീറത്തുൽ റസൂലുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനില് 437 പേജിലാണ് ഈ കഥയെല്ലാം കിടക്കുന്നത്. പിന്നെ പറയുകയാണ്, പിന്നെ അവരെ കുറെ അപമാനിക്കുക, അവരെ കുറെ അപമാനിച്ചിട്ട് അവസാനം പറയുന്നതാണ് 23 ആയത്തിൽ എത്തുമ്പോഴത്തേക്ക് ഇവന്മാരുടെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തർജ്ജമ ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു ഭയങ്കര ഒരു ഇതും കൂടി ഞാൻ അതിൽ വായിച്ചു കേൾപ്പിക്കാം. 22 പറയുകയാണ്, താനല്ലാതെ യാതൊരു ആരാധ്യനുമില്ലാത്ത അള്ളാഹു ആണവൻ. ഇതാരായി പറയുന്നത്? താനല്ലാതെ യാതൊരു ആരാധ്യനുമില്ലാത്ത അള്ളാഹു ആണവൻ. അള്ളാഹു പറയുന്ന കാര്യമാ കേട്ടോ. അള്ളാഹുവിന്റെ വാക്ക് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുക. അവൻ അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാകുന്നു. ശരിയാണ്, അദൃശ്യവും ദൃശ്യവും ഒക്കെ അറിയാം. ആൾക്കാരെ ഇങ്ങനെ പോയി ഇന്റിമിഡേറ്റ് ചെയ്ത് പേടിപ്പിച്ച് അവരെ അവിടെ നിന്ന് ഓടിക്കുന്ന അങ്ങനത്തെ ഭയങ്കര പ്ലാനൊക്കെ ഇട്ട് ഇതൊക്കെ നടത്തിക്കാനായിട്ടുള്ള കഴിവ് ഭയങ്കരം തന്നെയാണ് അള്ളാഹുവിന്റെ. പിന്നെ 23 ഞാൻ നിങ്ങൾക്ക് തർജ്ജമ ചെയ്ത് കേൾപ്പിക്കാമേ. വീണ്ടും പറയുന്നു, താനല്ലാതെ യാതൊരു ആരാധ്യനുമില്ലാത്ത അള്ളാഹു ആണവൻ. അതേ റിപ്പീറ്റ്, താനല്ലാതെ യാതൊരു ആരാധ്യനുമില്ലാത്ത അള്ളാഹു ആണ് അവൻ. ഇത് പറയുന്നത് ആരാണിത് പറയുക? അള്ളാഹു ഇങ്ങനെ പറയുമോ? ഇത് ദൈവമാണെങ്കിൽ ഇത്തരത്തിലുള്ള സെന്റൻസ് തന്നെപ്പറ്റി തന്നെ പറയുമോ? അവൻ രാജാധികാരമുള്ളവനും അത് മലിക്കുൽ ഹുവൽ മലിക്കുൽ, അവൻ രാജാധികാരം, അവൻ രാജാവാണ്. അടുത്തത് കേട്ടോണം, ഖുദ്ദൂസാണ്, അവൻ പരമ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധനാണ് കേട്ടോ.
പിന്നെ മുക്മിനൽ മുഹൈ, അതായത് ഇവർക്ക് സമാധാനം നൽകുന്നവൻ. അതായത് സത്യവിശ്വാസികൾക്ക് ഭയങ്കര സമാധാനാണ്. നീ ജീവിക്കാൻ ഒരു ജോലിയും ചെയ്യണ്ട. വർഷാവർഷം അവിടെ നിന്നുള്ള വരുമാനം വന്നുകൊണ്ടിരിക്കും, അത് തിന്നുകൊണ്ടിരുന്നാ മതി. ഭയങ്കര സമാധാനം. അടുത്തത് അഭയം നൽകുന്നവൻ. മുഹൈമിനുൽ, അഭയം നൽകുന്നവനും. പിന്നെ അസീസുൽ, ജബ്ബാറുൽ, മുത്തക്കബീർ എന്ന് പറഞ്ഞാല് അവൻ മേലധികാരി, പ്രതാപിയാണ്, പരമാധികാരിയാണ്. എന്നിട്ട് ഈ മുത്തക്കബീർ എന്നുള്ളതിന് അവര് ഇട്ടിരിക്കുകയാണ് അവൻ മഹത്വമുള്ളവനാണെന്ന്. മുത്തക്കബീർ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് പ്രൗഡ്, ഏറ്റവും അധികം പ്രൗഡ്, പിശാചിന്റെ സ്വഭാവം, അഹങ്കാരം, ഏറ്റവും അഹങ്കാരിയും ആകുന്നു. നല്ല ഗുണങ്ങളാണ് കേട്ടോ. ഏറ്റവും അഹങ്കാരം ഉള്ളവൻ, അതാണ് മുത്തക്കബീർ, ജബ്ബാറുൽ മുത്തക്കബീർ. അതിനിവിടെ മഹത്വമുള്ളവനാണത്രേ. മൂത്ത കബീർ, മുത്തക്കബീറു സുബാനല്ലാഹി അമ്മ. ഓക്കെ, അതിൽ നിന്ന് അവൻ ഭയങ്കര പരിശുദ്ധനാണെന്ന് വീണ്ടും എഴുതി വെച്ചിരിക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എൻ്റെ സഹോദരന്മാരെ, ഈ രീതിയിൽ ഇന്ന് നമ്മൾ ലോകമെമ്പാടും കാണുന്ന ഈ ക്യാൻസർ പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ദുര്യോഗം ലോകത്തിന് സംഭവിച്ചിരിക്കുന്നത്, ഇത് മുളയിലെ മനുഷ്യരാരും പഠിക്കുകയോ അന്യോന്യം ഇതിനെപ്പറ്റി സംസാരിക്കുകയോ, ഇത് മുസ്ലിങ്ങൾക്ക് തന്നെ ആപത്താണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആപത്ത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം സ്കൂളിലും കോളേജിലും പോയി പഠിച്ചൊരു ജോലി ചെയ്ത് ജീവിക്കാമെന്ന് കരുതുന്ന അനേകം മുസ്ലിങ്ങളുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലേക്കെല്ലാം ഈ വിഷം കുത്തിവെച്ച് നമ്മളെല്ലാരും ദീനികളാണ്, നമുക്കിതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവരുടെ കയ്യിലുള്ളതൊക്കെ നമുക്ക്, മുഹമ്മദ് ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഇവരിൽ നിന്ന് ഇത് കവർന്നു തിന്ന് ജീവിക്കാം, അതാണ് നമ്മുടെ ദീനി. അതല്ല ഐസിസ് ചെയ്തത്, അതല്ല ഇപ്പോൾ പലസ്തീനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പലസ്തീനിൽ ഹമാസ് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്യന്റെ മുതല് എങ്ങനെ തട്ടിയെടുക്കാമെന്ന് വളരെ കൃത്യമായി പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ജനതയാണ് ഇവരിൽ ഭൂരിഭാഗം തീവ്രവാദികളും. തീവ്രവാദികളെല്ലാം മര്യാദയ്ക്ക് ജോലി ചെയ്ത് പഠിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കാൻ ഉള്ള ജനത കുറെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെയും മനസ്സിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലങ്ങളിൽ യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും മറ്റു പല രാജ്യങ്ങളിലും പോയിട്ട് അവിടെ ഉള്ളവരുടെ അവരുടെ ജോലി ചെയ്യുന്നവർ കൊടുക്കുന്ന ടാക്സ്, അവരുടെ ടാക്സ് മണി, അതിൽ നിന്ന് തിന്നാൻ വേണ്ടി എത്രയോ പേരാണ് അവിടെ പോയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് രക്ഷയില്ല, ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അഗതികളായിട്ട് പോയിട്ട് അവിടെ പോയിട്ടും ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, പാകിസ്ഥാന്, ബംഗ്ലാദേശ്, ഇവിടുന്നെല്ലാം ഇവര് പിച്ചെടുക്കാനായിട്ട് അവിടെ പോയിട്ട് അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു കയറിയിട്ട് അവരെ ഒരു പാരസൈറ്റിനെ പോലെ ഇരുന്ന് അവിടെ ഉള്ളത് മുഴുവൻ സക്ക് ചെയ്തിട്ട് ഇരിക്കുന്ന മരത്തെ ഇല്ലാതാക്കുക. ഇതാണ് മുഹമ്മദ് ചെയ്ത് കാണിച്ചു കൊടുത്തത് എന്ന് ഞാൻ ഈ ഒരായത്ത് വായിക്കാൻ കാരണം, ഈ സ്വഭാവം, പിശാചിന്റെ സ്വഭാവം, ഇരിക്കുന്ന മരത്തെ തിന്ന് ഇല്ലാതാക്കുന്ന സ്വഭാവം, ഇതാണ് നമ്മൾ ഇന്ന് ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓരോ ഇവരുടെ ചരിത്രങ്ങളും ഇവരുടെ ഓരോ സൂറകളും വായിക്കുമ്പോൾ നമ്മൾ വെറുതെ വായിച്ചു പോകരുത്. അത് എന്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് എഴുതിയിരിക്കുന്നത്, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം, ഇന്ന് ലോകത്തിൽ ഇത് എങ്ങനെയാണ് അപ്ലൈ ആയിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് എടുത്തത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ